അമ്മ ഇനിയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വാ അമ്മ, പ്ലീസ്. ഞാൻ വന്നാൽ ശരിയാവില്ല മാളു, മോളത് മനസ്സിലാക്ക്. ഞാൻ അവിടെ ഒറ്റയ്ക്കാ അമ്മ. മോളവിടെ ഒറ്റയ്ക്കല്ല, എൻ്റെ അടുത്ത് നിന്ന് അകറ്റാൻ വേണ്ടിയാണെങ്കിലും അവിടെയുള്ളൊരു മോളോട് സ്നേഹം കാണിക്കും. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ മോൾ അമ്മയെ വിളിച്ചാൽ മതി, അമ്മ ഓടി വരും കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടായെന്ന് വെച്ച് നീ പഠിത്തത്തിലൊന്നും ഉഴപ്പരുത് കേട്ടോ. പ്രകാശ, അവിടെ എനിക്ക് ആകെ വിശ്വാസമുള്ളത് നിന്നെ മാത്രമാണ്. പേടിക്കേണ്ട ഏട്ടത്തി, ഞാൻ നോക്കിക്കോളാം. മകളും എന്തായാലും അവിടെ സേഫ് ആയിരിക്കും. പിന്നെ ഏട്ടത്തിയെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കാത്തതിൻ്റെ കാരണം ഏട്ടത്തിക്ക് അറിയാലോ. ഏട്ടത്തി അവിടെ നിൽക്കുന്നേക്കാൾ നല്ലത് സുധച്ചേച്ചിയുടെ നിൽക്കുന്നതാണ്. പ്രകാശ, ആവണയും കൊണ്ട് ഇന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്നാൽ ശരി ഏട്ടത്തി, ഞങ്ങൾ ഇറങ്ങാം. അപ്പം മോള് പൊക്കോ, വിഷമിക്കണ്ട കേട്ടോ. സുധാ, എന്നെ കൗൺസിലിംഗ് എന്നായിരിക്കും? അന്നിനും വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഏയ്, ഒരു പ്രശ്നമില്ല അമ്മ. ഇതൊക്കെ കേസിൻ്റെ ഒരു ഭാഗമല്ലേ. ഇനി കൗൺസിലിംഗ് നിന്ന് പ്രശ്നം ഉണ്ടായാലും അത് കേസിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അമ്മ പേടിക്കാതിരിക്കേ. എൻ്റെ കുഞ്ഞിന് കുഞ്ഞിലേ മുതലൊരു സമാധാനം ഉണ്ടായിട്ടില്ല. സന്തോഷം എന്താണെന്ന് എൻ്റെ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. അമ്മ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അമ്മ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് വല്ല അസുഖം വരുത്തി വെക്കാതിരുന്നാ മതി. ആഹാ, നിങ്ങൾ വന്നാ? എസ്കോട്ടൊക്കെ കഴിഞ്ഞ? ഇത്രയും കാലം ഏട്ടത്തി ഏട്ടത്തി എന്നും പറഞ്ഞായിരുന്നു കറക്കം. ഇപ്പൊ ഏട്ടത്തി കാണിക്കാൻ അവരുടെ മോളെയും കൊണ്ടായി കറക്കം. നാണയില്ലല്ലോ നിങ്ങൾക്ക്? നാണം ഉണ്ടായിരുന്നു, ഷിപ്പില്ല. ഞാനേ ഒരു കല്യാണം കഴിച്ചതാണ്. കെട്ടിക്കൊണ്ടുവന്നവൾക്കേ തീരെ നാണമില്ല. അവളുടെ കൂടെ ജീവിച്ചേ എൻ്റെ നാണവും പോയി. നിങ്ങൾ കൂടുതൽ എന്നെ കളിയാക്കല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്നാലും സാരില്ല, ഒരു തൊല്ല ഇവിടുന്ന് പോയല്ലോ. ഇനി മാളും അല്ലേ, അവളെ ഞാൻ ഇവിടുന്ന് വർപ്പിക്കും. നിനക്കിവിടെ വേറെ ഒരു പണിയില്ല? വേറെ ഇല്ല, ഒരു പണിയും ഇല്ല. പിന്നെ വേറൊരു കാര്യം, നാളെ ഞാൻ വയറ് സെറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങും. നിങ്ങൾ എൻ്റെ കൂടെ നിന്നോണം. അതെന്താ നിങ്ങൾക്കൊരു താല്പര്യക്കുറവ്? താല്പര്യക്കുറവൊന്നുമില്ല. ഈ കാര്യത്തിൽ എന്തായാലും കൂടെക്കാന്ന് ഞാൻ വാക്ക് തന്നെയല്ലേ. നീ വയറ് വയ്ക്കേ. താങ്ക് യു പ്രകാശ് ചേട്ടാ. ഇതൊന്ന് എടുത്തു വെച്ചേക്കണേ. വയറ് വെച്ച് ഇറങ്ങടി മോളെ, എന്നിട്ട് വേണം നിന്നെ എനിക്ക് പൊളിച്ചടക്കാൻ. അവളെ പറഞ്ഞു വിടണ്ടായിരുന്നു. ഇതിപ്പോ കാണാതിരിക്കാനും പറ്റുന്നില്ലല്ലോ. കയ്യിൽ റിപ്പോർട്ടല്ലേ ഇറക്കി വിട്ടത്. എന്നൊന്ന് ബഹുമാനിച്ചിരുന്നെങ്കിൽ അവളുടെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടുവെക്കുമായിരുന്നല്ലോ. മോളെ, മോളമ്മയെ കണ്ടോ? കണ്ടു. എന്നിട്ട് മോള് വിളിച്ചില്ല ഇങ്ങോട്ട്? ഇല്ല അച്ഛാ, അമ്മ ഇവിടെ നിൽക്കുന്നേക്കാളും നല്ലത് അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. ശരി അച്ഛാ, ഞാൻ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം. മോൾക്ക് അച്ഛനോട് ദേഷ്യമൊന്നും ഇല്ലല്ലേ? ഉണ്ടച്ഛാ, അച്ഛനോട് മാത്രമല്ല എനിക്ക് അമ്മയോടും ദേഷ്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കായപ്പോൾ ഒറ്റയ്ക്കായത് ഞങ്ങളാ. നേരത്തെ നിങ്ങൾ ഒരു വീട്ടിലായിരുന്നപ്പോൾ ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തല്ലേ, അതും പറ്റില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ജയിച്ച് കണ്ടാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. മോളെ,
അച്ഛൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളത് മോൾക്കറിയാവുന്ന കാര്യമല്ലേ? ശരി അച്ഛൻ.